നമസ്തേ, ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം, തൃപ്രയാർ. നമ്മളിന്ന് പറയാൻ പോകുന്നൊരു കാര്യം ധ്യാനം ചൊല്ലുന്നതിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ്. ധ്യാനം നിത്യവും ചൊല്ലിയാൽ എന്ത് ഗുണങ്ങളാണ് ഒരു ഭക്തന് കിട്ടുന്നത്? സ്വാമിയുടെ ഒരുപാട് ധ്യാനങ്ങൾ നമുക്ക് നിലവിലുണ്ട്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ നോക്കിയാലും അല്ലെങ്കിൽ ഗുരുസ്ഥാനത്തു നിന്നും ഒരുപാട് ധ്യാനങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു ധ്യാനം നമുക്കിഷ്ടപ്പെട്ടൊരു ധ്യാനം എടുത്തിട്ട് ആ ധ്യാനം നിത്യം രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം വിളക്ക് കത്തിച്ച് വെച്ചിട്ട് നമുക്ക് 7 തവണയോ 21 തവണയോ അല്ലെങ്കിൽ 108 തവണയോ ഒക്കെ ആയിട്ട് ചൊല്ലാവുന്നതാണ്. അത് വ്രതശുദ്ധിയോട് കൂടിയിട്ട് ചെല്ലേണ്ടവർക്ക് 40 ദിവസം അടുപ്പിച്ച് വ്രതശുദ്ധിയോട് കൂടിയിട്ട് ചെല്ലാം. മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ ദിവസവും വ്രതമെടുത്തിട്ട് 2 നേരമായിട്ടും ചെല്ലാവുന്നതാണ്. രാവിലെയും വൈകിട്ടായിട്ടും ചെല്ലാം. അല്ലാത്തവർക്ക് ഇപ്പോൾ വ്രതം എപ്പോഴും എല്ലാവർക്കും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം പൂർണ്ണ ശുദ്ധിയായതിനു ശേഷം നമുക്ക് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഈ ധ്യാനങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ആദ്യം കിട്ടുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ബലമാണ്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മനസ്സിൻ്റെ ബലം, ആത്മബലം, അത് സ്വാമിയുടെ ധ്യാനം ചെല്ലുമ്പോൾ കിട്ടുന്നതാണ്. അത് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ചൊല്ലുന്നവർക്കൊക്കെ കിട്ടിയിട്ട് നമ്മളെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ ധ്യാനം ചൊല്ലുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണകരമാണ്. നമ്മുടെ കർമ്മത്തിൽ ശ്രദ്ധിക്കാനും ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവാനും ഒക്കെ ധ്യാനം ചെല്ലുന്നത് നല്ലതാണ്. അതിന് ഫോട്ടോ വെക്കേണ്ടതോ വിഗ്രഹം വെക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യകതകളില്ല. നമുക്ക് ഒരു ശുദ്ധിയുള്ളൊരു സ്ഥലത്ത്, കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടാവുന്ന ഒരു സ്ഥലത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ചൊല്ലിയാൽ മതി കേട്ടോ. ആ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ധ്യാനങ്ങൾ ചൊല്ലുന്നത് ഒരുപാട് ഗുണകരമാണ്. നമ്മൾ സാധാരണ കാർവർണ്ണം കോമളാംഗം ചൊല്ലാനാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറ്. അത് തന്നെ ചെല്ലണം നിർബന്ധമില്ല. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ധ്യാനങ്ങളും ചൊല്ലാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, നമ്മളെ വിളിക്കാവുന്നതാണ്. എല്ലാ ഇഷ്ടമായ സ്വാമിയുടെയും കരിങ്കുട്ടി സ്വാമിയുടെയും ഭക്തർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.